നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് നടന്നിട്ടുള്ള എപ്പിസോഡ് പ്ലസ് നമ്മൾ ലൈവ് കുറച്ച് കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കണ്ടിട്ടില്ല അതൊന്നും ഒരു ക്ലിപ്പ് കാണിക്കാണ്ട് അത് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ജാസ്മിനും ഗബ്രീനെയും കുറിച്ച്. ജാസ്മിൻ അവരുടെ റൂം ഏതാ റൂമാണ് ഡെന്ന അവർ ഏതായാലും ജാസ്മിൻ മറ്റേ ഗബ്രി അപ്സരയും കൂടി ഇരുന്ന് സംസാരിക്കണ ഒരു ചെറിയൊരു വിഷ്വൽ പ്ലേ ചെയ്യാം. അതായത് ജാസ്മിനെ പറ്റി ഗബ്രി പറയുന്ന കേട്ടോ. ഗബ്രി ഡെന്നില്ല ആര് നേരിട്ടു എന്ന് പറഞ്ഞാലും അതായത് ഇനി എന്ത് വന്നാലും അവളുടെ പിടിവിടാൻ ഉദ്ദേശിച്ചില്ല. ഇനി എൻ്റെ അപ്പൻ നേരിട്ട് വന്നു പറഞ്ഞാലും പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വലിക്കണ്ട ഗെയിമിൽ നിന്നൊരു വാക്കും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഗെയിമിൽ എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ വർത്തമാനത്തിൽ ഈ ആ ലൈവ് കണ്ടവർക്കറിയാം ഞാൻ എന്ത് വന്നാലും അവളെ പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അപ്പം നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ അവളെ പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കുറച്ചേരം ഇങ്ങനെ ചെയ്യുന്ന ഒരു 5-6 സെക്കൻഡ് ഗെയിമിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ടിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ലാലേട്ടനൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധനം കറക്റ്റായിട്ട് ചങ്ങാതി ലൈവിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സംഗതി ഇപ്പോൾ അവിടെ ലൈവിൽ നടക്കുന്നില്ല, അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം അല്ലേ. ആദ്യം നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇന്ന് ഫസ്റ്റ് തന്നെ പവർ റൂമിൻ്റെ മറ്റേ രാവിലത്തെ മറ്റേ ലോക്ക് ചെയ്ത കേസ് അല്ലേ, അതല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന്. അതെ, ഇന്ന് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. മോർണിംഗ് ടാസ്കിൽ എല്ലാവരുടെയും ഗുണങ്ങൾ പറയാനായിരുന്നു, അത് വലിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടാസ്ക് കൊടുത്തു ബിഗ് ബോസ്. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു, മെലോ ഡ്രാമ. അതായത് മെലോ ഡ്രാമ ടാസ്ക് കൊടുത്തു. ടാസ്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് മെലോ ഡ്രാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് അവിടെ നടന്ന ഒരു ഇൻസിഡന്റ് അവർക്ക് കോമഡി ആയിട്ടോ അങ്ങനെ രീതിയിൽ കുറച്ചും കൂടി ഡ്രാമ ആയിട്ട് കാണിക്കണം, കുറച്ചുകൂടി ആക്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ എല്ലാ ടീമും അവരവരുടെ റൂമിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പവർ റൂമിലെ ആൾക്കാർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം അവരിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം ജിൻഡോയും ശരണ്യയും സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു സിബിൻ ഇട്ടുകൊടുത്തു തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ സംഭവം ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ഇവര് പറഞ്ഞു നോക്കി ബിഗ് ബോസ് ഡെന്ന റൂം ഒന്ന് ക്ലോസ് ചെയ്യുമോ. അവരൊന്ന് പരീക്ഷിച്ചതാ, സത്യത്തില് അവര് പരീക്ഷിച്ചതാണ്, നടക്കുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം നടത്തിയതാ. അപ്പൊ അവര് ഡെൻ റൂം ക്ലോസ് ചെയ്തിട്ട് അവർ കുറെ നേരം അറിഞ്ഞിട്ടേ ഇല്ല, കുറേ നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അത് അതെ, പക്ഷെ അവര് ജാസ്മിൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ക്ലോസ് ചെയ്തതല്ല കേട്ടോ. ഇല്ല, സിബിനും അറിഞ്ഞിട്ടില്ല, ഉറപ്പാ, ആരും അറിഞ്ഞിട്ടില്ല. സിബിനൊന്നും അല്ല, ഇവര് ശരണി ജിൻഡോ കൂടി പറഞ്ഞതാ. അപ്പൊ എന്നോട് മൂക്കടപ്പാണോ എന്നൊക്കെ ചോദിക്കേണ്ട, കോൾഡ് മാറിയിട്ടില്ല. അലർജിയുടെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ മൂക്ക് വല്ലാണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്. അലർജി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കോൾഡ്, ജലദോഷ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് ക്ലോസ് ചെയ്തു അല്ലേ. ക്ലോസ് ചെയ്തോടുകൂടി അവര് പവർ റൂം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പവർ റൂം ബിഗ് ബോസ് ക്ലോസ് ചെയ്തു. അപ്പൊ പവർ റൂം ക്ലോസ് ചെയ്തപ്പോ ഇവർക്ക് ഉറപ്പായി. അപ്പോഴും അവര് ഡെന്ന് ക്ലോസ് ചെയ്താന്ന് അറിഞ്ഞില്ല. പിന്നെ അവര് വിളിച്ച് പറയുമ്പോഴാണ് അവര് വെറുതെ ക്ലോസ് ചെയ്ത് ട്രൈ ചെയ്തതാ. എന്നിട്ട് അവരെന്നെ വിളിച്ച് പറഞ്ഞു ഓപ്പൺ പവർ റൂം ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇവർ ശരിക്കും സത്യത്തിൽ ഇവര് പരീക്ഷിച്ചതാ. ജാസ്മിൻ അതിന്റെ ഉള്ളിലുണ്ടെന്ന് പോലും അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഗബ്രിയുടെയും ജാസ്മിന്റെയും അവരുടെയൊക്കെ വിചാരം ജാസ്മിൻ അതിൽ വന്നുകൊണ്ട് ജാസ്മിൻ ടണലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇരുന്നുകൊണ്ടാണ് അവര് ചെയ്തത്. ജാസ്മിൻ പറഞ്ഞത് എനിക്കുള്ള പണിയാന്നൊക്കെയാണ് അവര് പറയണത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് അത് ഭയങ്കര ഇഷ്യൂ പറയാൻ കാരണം എന്താ അറിയോ, അത് ഇഷ്യൂലേക്ക് പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ ആദ്യം ഇവര് ഓപ്പൺ ചെയ്യാൻ നോക്കി. കാരണം ഗബ്രിക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു. ഗബ്രിക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു. ഗബ്രിക്ക് പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജാസ്മിൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കവും പരിപാടി കാര്യങ്ങളും കണ്ടു. കാരണം വെച്ചാൽ പരിപാടിയുടെ സമയത്ത് ഇവർ തുറന്നു കൊടുക്കും, പക്ഷെ ജാസ്മിൻ ഇതിനുള്ളിലിട്ടും ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാല് പിന്നെ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പൂട്ടാനുള്ള പരിപാടി അവരെടുത്തു. ആ ഒരു സമയത്താണ് ഇവള് പറഞ്ഞവർക്ക് പീരിയഡ്സ് ആയിട്ടുണ്ട്. പീരിയഡ്സ് ശരിക്കും ആയിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അത് അവർക്കൊരു പക്ഷെ ആ സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്കൊരു ഡ്രാമയായി തോന്നി. പിന്നെ അതൊരു വുമൺ കാർഡ് എടുക്കും എന്നുള്ളൊരു തോന്നൽ തോന്നിയപ്പോ അത് മാത്രമല്ല അവിടെ ഗബ്രിയുടെ സംഗതി ഉണ്ട്. ഈ ഗബ്രിനെ പറ്റി പറയണെന്ന് വെച്ചാൽ നിന്റെ അച്ഛനും അമ്മയും ഭർത്താവല്ലാന്ന് മറ്റു ഭർത്താവും എന്ന് പറഞ്ഞു ജിൻഡോ കൂട്ടത്തിൽ പറഞ്ഞു. അച്ഛനും അമ്മയും എല്ലാം ആയിട്ടുള്ള ആളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞല്ലോ ഗബ്രി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവക്ക് പീരിയഡ്സ് ആയിട്ട് ഇവക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗബ്രിയുടെ ഈഗോ ആണ് അവിടെ നടക്കുന്നത്. അവൻ്റെ ഈഗോ മാറ്റി വെച്ചിട്ട് അവൻ്റെ ഫ്രണ്ട് സ്വന്തം ആളല്ല ജാസ്മിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യട്ടെ, ക്ഷമ ചോദിക്കട്ടെ, മീൻസ് സോറി പറയട്ടെ, ഈഗോ താഴ്ത്തിട്ട് സോറി ചോദിക്കട്ടെ എന്നുള്ളത്. അതായത് ഇവര് പവർ റൂമർ ഒരു കാര്യം പറഞ്ഞു, ഇവര് സോറി പറഞ്ഞ
തുറക്കാന്ന് പറഞ്ഞു ഓപ്പൺ. അതിന് ഗബ്രി സോറി പറഞ്ഞ, വേറെ ആരുമല്ല, ഗബ്രി അതിന് ഇവരെ നല്ലോണം ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ടുണ്ട്. ജിൻഡോനെ ക്യാപ്റ്റൻ കുനിഞ്ഞു നിന്നിട്ട് അവരെ മുമ്പിൽ പോയി കുനിഞ്ഞിക്കല്ലേ, പിന്നെ വേറെ എന്തൊക്കെയോ അങ്ങനെ ഇവരെ നല്ലോണം മോശവാക്കുകളൊക്കെ പറഞ്ഞു, ഉളുപ്പുണ്ടെങ്കിൽ അതൊക്കെ. അതുകൊണ്ടാണ് ഇവര് സോറി പറഞ്ഞാൽ തുറന്നു തരാൻ പറഞ്ഞു. അപ്പൊ ജാസ്മിന് പീരീഡ്സ് ആയിട്ടും ജാസ്മിന് ആവശ്യം ഉണ്ടായിട്ടും ഗബ്രി സോറി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അതൊരു കണ്ടന്റ് ആക്കി. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഗബ്രി അവിടെ ഒരു പൊട്ടനാണ്. കാരണം വെച്ചാൽ ഗബ്രിക്ക് അവിടെ സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സോറി പറഞ്ഞാൽ മതി. ഗബ്രി എന്ത് ചെയ്യണമായിരുന്നു, ഗബ്രി ജാസ്മിന് വേണ്ടിയിട്ട് ഈ സോറി പറയണമായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഗബ്രി ജാസ്മിന് വേണ്ടിയിട്ട് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു അതോട് എടുത്ത് കൈ നിർത്തിടും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. കാരണം വെച്ചാൽ ഒന്നാമത് നല്ല പ്ലേയേഴ്സാണ് കേട്ടോ. ഈ 6 എണ്ണം വൈൽഡ് കാർഡായിട്ട് കയറി വന്നതോടുകൂടി ഒരു രക്ഷയില്ല. ഈ സിബിനൊക്കെ ഇരുന്ന് പ്രൊവോക്ക് കാലത്തെ പോലെ അല്ല, സത്യം പറഞ്ഞ നല്ല പ്ലെയറാ ശരിക്കും. എനിക്കൊരു ഫീൽ ചെയ്തത് അഭിഷേകൊക്കെ ജാസ്മിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ വന്ന് റാഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഒരു നിലയ്ക്കും ജാസ്മിൻ ഒന്നും ഈ ഇത്രയും ദിവസം ഇവർ വിചാരിച്ചില്ല, 10-35 ദിവസം ഇവർ ഈ തുള്ളലൈനുള്ള കിടന്ന് തുള്ളിയ സമയത്ത് ഈ പുറത്തുനിന്ന് ആൾക്കാർ വന്ന സമയത്ത് സിബിൻ പിന്നെ അഭിഷേകും ഉഷാറാണ്. കാരണം കൂട്ടം കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ജിൻഡോ, പിന്നെ എല്ലാവരും കൂടി ജിൻഡോന്റെ തലക്ക് കയറിയിരുന്നു മണ്ടൻ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇപ്പൊ ജിൻഡോന് പവറായി. കാരണം ജിൻഡോ ക്രോസ് കമന്റ്സ് ചെയ്യാൻ തുടങ്ങി. ജിൻഡോ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ കമന്റ് അടിക്കുന്നുണ്ട്, പ്രൊവോക്കിംഗ് ആയിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം സെയിം കാര്യം ഇപ്പോ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ സിബിൻ, ജിൻഡോ പ്രത്യേകിച്ച് പറഞ്ഞു, അതായത് ഇന്നലെ ജാസ്മിനും ഗബ്രിയും കാണിച്ചതൊക്കെ ഒരു ഡ്രാമയായിരുന്നു എന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, അതെ ഡ്രാമ ആയതുകൊണ്ടാണല്ലോ മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട് നോക്കിയത്. അതിപ്പോ രാത്രി ഇപ്പൊ ലൈവില് അതും പറഞ്ഞ് ട്രോളുണ്ട്, നീ എണീറ്റ് പോയിക്കോ സിബിനെ, അതൊക്കെ മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റിനെ കണ്ട സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് അതേ പറഞ്ഞ നല്ല രീതിയിൽ റാഗ് ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെയാണ് പിന്നെ ആ ഒരു സംഭവം. പിന്നെ ഒരുവിധം എല്ലാരും അവിടെ ആക്റ്റീവ് ആയിട്ടോ, അൻസിബ എല്ലാരും ആക്റ്റീവ് ആയി. ഇപ്പൊ വൈൽഡ് കാർഡ്സ് വന്നോടുകൂടി ഭയങ്കര ചേഞ്ച് വന്നു കേട്ടോ ശരിക്കും. പക്ഷെ ഗബ്രിക്കും ജാസ്മിനും ഒരു ചേഞ്ചും അപ്പോഴും ഇല്ല. രണ്ടുപേരും അല്ലേ, രണ്ടാളും ഇപ്പൊ ലൈവില് കുറച്ച് അവരിനി എന്താ ചെയ്യാ, അവരിതല്ലാണ്ട് ഇനി എന്താ ചെയ്യാ, അവരൊന്നും ചേഞ്ച് ചെയ്യില്ല. അവരിനി ഇങ്ങനെ തന്നെ പോവാനേ പറ്റുള്ളൂ. ഇഷ്ടമാണ് ഇത്, അത് കണ്ടാൽ അല്ല ഇനി അവര് തമ്മിൽ ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ. ആകതായില്ലേ. അതിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല, പ്ലസ് കണ്ടിട്ടില്ല, പ്ലസ്സിൽ കാണിച്ചു എന്നുള്ള അറിയില്ല. നോറയുടെ ആ റൂമത്തെ ഇഷ്യൂ അവർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് സായും അഭിഷേകും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ജാൻമണിയുടെ കേസ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നോറ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ എന്തിനാണ് മറ്റൊരു വേണ്ടാന്ന് പറഞ്ഞത്? പക്ഷെ അല്ല അതല്ല ഉണ്ടായേ, എന്താ അറിയോ, ഇവരൊരു ടോപ്പിക് എടുത്തു, സായിയും എല്ലാരും കൂടി ഒരു ടോപ്പിക് എടുത്തു. അപ്പൊ നോറയ്ക്ക് ജാൻമണിയുടെ ആ കേസ് അതില് കയറ്റിയിടണം, നിർബന്ധമായിട്ട് കയറ്റിയിടണം. അപ്പൊ ഇവര് പറഞ്ഞു, ഇതിനാണ് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് എടുക്കണത്, ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത ടോപ്പിക്ക് ചെയ്താ പോരേ ചോദിച്ചു. അപ്പൊ നോറയ്ക്ക് അത് എടുക്കണം. മറ്റേ പക്ഷെ അത് നോറ ശരിയായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ നോറ ഒരു ടീം വർക്ക് ആകുമ്പോ ഭൂരിപക്ഷം എന്താ പറയണത് വെച്ചിട്ട് അത് ചെയ്ത് തോന്നി. പക്ഷെ അതേപോലെ തന്നെ ടീം മെമ്പേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സീരിയസ് ആയിട്ട് ഒരാൾ അവരുടെ ടീമിൽ ഒരാൾ പറഞ്ഞ സമയത്ത് അവർക്ക് കൺസിഡർ ചെയ്യാന്നുള്ളത്. ഇത് എനിക്കറിഞ്ഞപ്പോൾ ജാൻമണിയെ സൂചിപ്പിക്കാനാണോ ഇത്? അത് അങ്ങനെ ചിന്തിക്കാൻ അവരെന്തുകൊണ്ട് അവര് സായും ടീമൊന്നും ഇവര് ചെയ്യാതിരുന്നത് അറിയില്ലല്ലോ. മറ്റവരൊക്കെ ചെയ്തില്ലേ. ആക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അതിൽ ആരും ഒഫൻസീവായിട്ട് തോന്നിയ ഒരൊറ്റ സംഗതി ഇത് മാത്രമല്ലേ ഉള്ളൂ. ഏത് ഒഫൻസീവായിട്ട് തോന്നിയത്? ഒഫൻസീവായിട്ട് നമുക്ക് തോന്നിയല്ല കേട്ടോ. അവിടെ ആകെ മുഖം മാറിയത് ഓരോ ആക്ടിവിറ്റി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രി കോമ്പോനെ എല്ലാവരും നന്നായി വാരി, ഈക്വലായിട്ട് വാരി, ജാൻമണീനെ വാരി, അങ്ങനെ എല്ലാവരും ഇല്ലേ, ഒരുവിധം എല്ലാവരും, ജിൻഡോനെ ഒക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും എടുത്തു. എക്സെപ്റ്റ് ഒരു കാര്യം മാത്രം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആക്ട് നടക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വിഷ്വൽ ഉണ്ടോ നോക്കുന്നത്. ഈ ഒരു ആക്ട് നടക്കുന്ന സമയത്ത് വിഷ്വൽ ഇല്ലടി. ഈ ഒരു ആക്ട് നടക്കുന്ന സമയത്ത് യെസ് കണ്ട ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനം. ഈ ആക്ട് നടക്കുന്ന സമയത്ത് ഇവർ ഈ മുഖം വെക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ മറ്റേ അഭിഷേക് കെയും നന്ദനയും കൂടി അടിപൊളിയായിട്ട് അവരുടെ ടീമിൽ അവർ മാത്രമേ പെർഫോം ചെയ്തിട്ടുള്ളൂ. അഭിഷേക് കെയും നന്ദനയും കൂടി സംസാരിച്ച സമയത്ത് ഇവർ പറയുന്നുണ്ട്, പിന്നെ ഞാൻ നിൻ്റെ ആരാണ്, നിൻ്റെ അച്ഛനാണ്, നിൻ്റെ അമ്മയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഡോക്ടറാണ്, പ്ലംബറാണ്. അത് വേണ്ടാന്ന്
എന്താ വെച്ചാലോ അങ്ങനെ ഒരു സംഭവമുണ്ട്. വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. അത് ഡോക്ടറാണ്, നിനക്ക് വേണ്ടി അല്ല, ഡോക്ടറാണ്, പ്ലംബറാണ്. അത് പറയുന്ന സമയത്താണ് ഇവർക്ക് ആൾക്കാരാണ് പറയട്ടോ അതൊക്കെ പറയണ്ട. അത് വേറെ സംഭവം ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞില്ല, അത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്താണ് ഇവരുടെ മുഖാകം മാറിപ്പോയി ശരിക്കും. അല്ലാത്ത സമയത്ത് ഈ സീന് ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാവും, ഇവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള ഈ സീന് നല്ല ആക്ട് ആയിരുന്നു. അവരത് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അടാറ് പെർഫോമൻസിന് അൻസിബിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അൻസിബ അവരാണ് ഫസ്റ്റ് കിട്ടിയത്. അൻസിബൊക്കെ എന്ത് രസമായിരുന്നു ചെയ്തത്, എന്തൊരു കഴിവാ. അവർക്കൊക്കെ നല്ല നല്ല ടാലന്റ് ഉണ്ട് കേട്ടോ, നല്ല ടാലന്റ് ഉണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു നോറയൊക്കെയാണ് ആക്റ്റീവായി ചെയ്യാതിരുന്നത്. അത് അവരുടെ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കൂടി നന്നാക്കി ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ അതും പറഞ്ഞ് കുറെ കരച്ചിലായിരുന്നു, പിന്നെ നിർത്തിയത്. പക്ഷെ ആ കരച്ചിൽ ഇപ്പൊ ഭയങ്കര ബോറായിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ജാസ്മിനും കരയുമ്പോ നമ്മൾ ഇത് തന്നെയല്ലേ പറയണം, ഒരാളെ മാത്രം പറയേണ്ട ആവശ്യമില്ല. നോറി അങ്ങനെ തന്നെയാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്. ലൈവില് കണ്ടില്ലല്ലോ. കുറച്ചുകൂടെ അടുത്തോട്ടിരുന്നോന്ന്. മോശമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ? ഇന്നലെ ഒരു ന്യൂസ് ഇത് ഈ റിയാക്ട് ചെയ്തിട്ടില്ല, ഇവളുടെ ചാനലിൽ ഇവള് റിയാക്ട് ചെയ്തില്ല. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അഫ്സലിൻ്റെ കേസ് കേട്ടോ. ഇത് നമുക്ക് എന്താ തോന്നുന്നു അഫ്സൽ ചെയ്തിട്ടുള്ള ഡിസിഷൻ? നല്ല ഡിസിഷൻ, അങ്ങനെ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞാനൊക്കെയാണ് അഫ്സലിന്റെ സ്ഥാനത്ത് വെച്ചാണ്ടല്ലോ എപ്പോഴോ ഒഴിവാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മളെ സ്നേഹിക്കുമ്പോൾ കുറച്ചൊക്കെ പൊസസീവ് ആയിരിക്കും. നമ്മൾ ഭയങ്കര കൾച്ചർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാലും ഇതൊന്നും എല്ലാവർക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. പറ്റുന്നവരുണ്ടാവും കേട്ടോ, ഈ കാണുന്നവരും പറ്റുന്നവരുണ്ടാവും. പക്ഷെ എനിക്കൊന്നും കഴിയില്ല, ആലോചിക്കാൻ കൂടി പറ്റില്ല അല്ലേ. നമ്മള് ഇഷ്ടപ്പെടുന്ന, നമ്മൾ വിചാരിക്കുന്ന ഒരാള് അവിടെ പോയി ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അത്ര വയ്യ. ലിമിറ്റഡുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആർക്കും പറ്റില്ല. അല്ലാണ്ട് ആ പയ്യൻ എന്താ ഇവിടെ എന്നിട്ട് ഇതിങ്ങനെ ഡെയിലി കാണുക. അതും ഞാൻ പറയട്ടെ, ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവള് പറയും ചെയ്തു, എന്താ പറഞ്ഞത്, ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുകയാണ് ലാലേട്ട, എനിക്ക് അത്രയും ഞങ്ങൾക്ക് പറ്റില്ല, സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കാം. അപ്പൊ എന്താ ഈ പുറത്തിരിക്കണ ഇയാള് പൊട്ടനോ? പോയാണ് ഒരു നിയന്ത്രണവും വേണ്ടാണ്ട് പ്രേമിച്ചോ എന്ന് പറയാൻ തോന്നും. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. പിന്നെ ഇപ്പോൾ ലൈവിലൊരു ചെറിയ അടി നടക്കുന്നുണ്ട്. ഈ ജാസ്മിൻ ഇന്ന് ഈ പ്രശ്നം നടന്ന സമയത്ത് പിന്നെ ഞാൻ ബാത്റൂം കഴുകില്ലിടാണ് പറഞ്ഞപ്പോൾ വേണ്ടാറില്ലേ, അതുമ്മ പിടിച്ച് തൂങ്ങിയിട്ട് ഇവള് കഴുകില്ലാറുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ പഴയ ഡയലോഗുകളൊന്നും ബിഗ് ബോസിൻ്റെ ഹൗസിൽ ഇപ്പോൾ വില പോകുന്നില്ല. കാരണം അവിടെ ഇപ്പോൾ സൂപ്പർ സീനിയേഴ്സ് പോലെ നല്ല അടിപൊളി രീതിയിൽ റാഗ് ചെയ്യണ പോലെ പിന്നാലെ കൂടുന്ന സിബിനാണ്, അതിൻ്റെ കൂടെ ഇവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കഥ. പിന്നെ വേറെന്താ ഇത്? പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ വെറും ജാസ്മിൻ ഗബ്രി അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ഞാൻ കാര്യം പറ്റേ ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ ലൈവിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് ഈ 12 ആളും ഇവര് രണ്ടുപേരുടെയും നേരെയാണ്. അത് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഈ 12 പേര് ഒരു നേരെ. അപ്പൊ ഈ 12 പേര് ഇവരെ നേരെയാണ് പറഞ്ഞിട്ട് ഇപ്പൊ ലൈവില് ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അതിന് മറുപടി ആയിട്ട് ഇവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള അത്രയും ഫേവറേഴ്സ് ഒന്നും ഇവിടെ ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ശരിക്കും മനസ്സിലായി നിങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയ ഫേവറേഴ്സ് ഒന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഈ സീന് കാണുന്നിടത്ത് ഫൈറ്റ് ഏറ്റവും രസം എന്താ വെച്ചാൽ ചക്ക പറഞ്ഞിടത്ത് മാങ്ങാറാണ് ഗബ്രി. ഗബ്രി എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരു ദിവസം അവനോട് സഹതാപം തോന്നി, ശരിക്കും സങ്കടം തോന്നിയിരുന്നു. എല്ലാം പോയി ആയ തുറന്നോട്ട് സിബിൻ നല്ല അടക്കി കൊടുത്തു. നീ ഇവിടുന്ന് മുട്ടിലഴിഞ്ഞു പോവും, ഞാനിവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് മുട്ടിലഴിഞ്ഞു പോവും, ഇന്നലെ നീ കാണിച്ചതൊക്കെ ഇവിടെ ആരും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇത് എന്താണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി നമുക്ക് ആ ടോപ്പിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാ ടോപ്പിക്കും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, അവരവിടെ നിൽക്കുന്നിടത്തോളം ഉണ്ടാവും, കാരണം അവര് കണ്ടന്റ് മേക്കേഴ്സ് ആണ്. അതുകൊണ്ടാണ് ബിഗ് ബോസ് അവരവിടെ നിർത്തുന്നത്. അവര് പോവാ പറഞ്ഞിട്ട് കരയുമ്പോഴും ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് അവരവിടെ നിർത്തുന്നത്. അവര് നല്ലോണം ഈ ഷോയ്ക്ക് ഒരു അതല്ലേ, അവരൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ ഷോ. നല്ലതന്നെ. പിന്നെ നമ്മുടെ സിജോന്റെ അവസ്ഥ എന്താണ്? അവലെ പാവം അതറിയില്ല, ഒരു കഷ്ടായി പോയി. അത് ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ റോക്കിക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കി. എന്താ അറിയോ,
വെറുതെ കേട്ടോ, നമുക്ക് വേറെ പരിചയമൊന്നുമില്ലല്ലോ. ഇവൻ്റെ ഒരു സ്റ്റോറി കിടക്കുന്നുണ്ട്. ഏത് വെച്ചാൽ അർജു റിയാക്ട് ചെയ്തല്ലോ, അർജു ഇല്ലേ, അർജു റിയാക്ട് ചെയ്തിട്ടുണ്ട്. അർജു റിയാക്ട് ചെയ്തതിൽ 50 ലക്ഷത്തിൻ്റെ വാട്ടർ ബോട്ടിൽ നിന്നൊരു സാധനം കണ്ടു. എൻ്റെ ഞാൻ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ 50 ലക്ഷമാണല്ലോ പറഞ്ഞു. 50 ലക്ഷമാണ് പറഞ്ഞപ്പോൾ അതിന് പിന്നെ അർജു പറഞ്ഞ ഡയലോഗ് എന്താണ്, എന്താടാ ഇവനെ രാജാവാക്കി വാഴ്ത്തണം, ഇവനെ ബിഗ് ബോസിലൊരു രാജാവേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവൻ്റെ ബോട്ടിലിന് 10 ലക്ഷം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ച അണ്ടർവെയർ ഉണ്ട് 2 തുള മാത്രമേ ഉള്ളൂ, അതിന് 10 ലക്ഷം അല്ലേ. ഇവന് കണ്ടിക്കണു അർജു പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ പോർഷൻ മാത്രം എടുത്ത് സ്റ്റോറി ഇട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞ മെസ്സേജ് ഫുൾ വീഡിയോ ഇടുന്നില്ലേച്ച് മെസ്സേജ് അയച്ചിട്ട് മറുപടി ഒന്നുമില്ല, കണ്ടിട്ടൊന്നും വെറുതെ ഒരു സാധനത്തൊക്കെ. അപ്പം ഏജാതി ഷോ ഓഫ് പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. ഇവിടെ മോള് വന്ന് വാതിൽ മുട്ടുന്നുണ്ട്, വാതിൽ വന്ന് മോള് വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അല്ലെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് പറയാം, നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞില്ലല്ലോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.